അടുത്ത ടോപ്പിക്കാണ് കൊളീഷൻ. രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുന്നതിനെ മാത്രമല്ല കൊളീഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഈസ് നോട്ട് നെസസറി ഫോർ കൊളീഷൻ. കൊളീഷന് ഫിസിക്കൽ കോണ്ടാക്റ്റ് നെസസറി അല്ല. ഒരാളുടെ ഇൻഫ്ലുവൻസിൽ മറ്റാൾ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതും കൊളീഷനാണ്. ഫോർ എക്സാമ്പിൾ, ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റിൽ റിപ്പൽ ചെയ്ത് പോകുന്നുണ്ട്. അത് എക്സാമ്പിൾ ഫോർ കൊളീഷനാണ്. അത് ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷനാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കൊളീഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആയിട്ടൊരു കൊളീഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിളിക്കുന്നത്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്, കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല. അപ്പോൾ അവിടെ ഒരു കൈനറ്റിക് എനർജിയുടെ ലോസ് ഉണ്ടാവും. ഇനി നമ്മളിതിൽ പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് മാസുകളാണ് M1 M2. അവർ ഇനീഷ്യലി U1 U2 രണ്ട് വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കൊളൈഡ് ചെയ്തതിന് ശേഷം ഉള്ള അവരുടെ വെലോസിറ്റിയാണ് M1. M1ൻ്റെ വെലോസിറ്റിയാണ് V1. കൊളൈഡ് ചെയ്തതിന് ശേഷം M2ൻ്റെ വെലോസിറ്റിയാണ് V2. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ഇതാണ്: വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഓഫ് ഫസ്റ്റ് ബോഡി. ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഓഫ് ഫസ്റ്റ്, V2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനിൽ വെലോസിറ്റി കാണാൻ ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൺസർവ് ചെയ്തിട്ട് അവസാനം ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഇക്വേഷനാണ്. നമ്മൾ ഈ ഇക്വേഷൻ റെഡിമെയ്ഡായിട്ട് പഠിച്ചാൽ മതി. M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതാണ് വെലോസിറ്റി ആഫ്റ്റർ ഫസ്റ്റ് കൊളീഷൻ ഓഫ് ഫസ്റ്റ് ബോഡി. ഇനി അതുപോലെ ഇൻഇലാസ്റ്റിക് കൊളീഷനിലും വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ: വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ M1 മൈനസ് M2 പ്ലസ് 1 പ്ലസ് M2 U2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതാണ് ഇക്വേഷൻ. ഇനി V2 കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 1 ഇല്ലോടത്തൊക്കെ 2 കൊടുത്തിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കത് കൺഫ്യൂസ് ആവും. ഇനി ഇവിടെ ഒരു ടേം നമ്മൾ കണ്ടു, ഇ എന്ന് പറഞ്ഞിട്ട്. ഈ ഇയെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇയെ വിളിക്കുക. അതൊരു റേഷ്യോ ആണ്, വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊളൈഡ് ചെയ്തതിന് ശേഷം അവർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി. വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യുമ്പോൾ, കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി. അത് എന്ന് പറയുന്നത് മോഡ് V2 മൈനസ് V1. V2 എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷമുള്ള സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി, V1 എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷമുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി, ഡിവൈഡഡ് ബൈ മോഡ് U1 മൈനസ് U2. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇനി നമുക്കറിയാം, ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല. കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലെങ്കിൽ അവിടെ കുറച്ച് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ ലോസ് കാണാനുള്ള ഇക്വേഷനാണ് ചേഞ്ച് ഇൻ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡെൽറ്റ K ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് E സ്ക്വയർ. ഇതേ ഫോർമാറ്റിലുള്ള ഇക്വേഷൻ നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ പഠിക്കുന്നുണ്ട്. രണ്ട് ഡിസ്കുകൾ തമ്മിൽ കൂട്ടി, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I1ഉം I2ഉം തമ്മിലുള്ള ഡിസ്കുകൾ ജെൻ്റ്ലി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതേപോലത്തെ ഇക്വേഷൻ നമുക്ക് റൊട്ടേഷനിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കാനുണ്ട്. ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. അതുപോലെ റൊട്ടേഷനിൽ ഹാഫ് I1 I2 ഇൻറ്റു I1 പ്ലസ് I2 ഡിവൈഡഡ് ബൈ V1 മൈനസ് ω1 മൈനസ് ω2 ഹോൾ സ്ക്വയർ. ഇതേ ഫോർമാറ്റിലുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുമ്പോൾ, എല്ലാം ഓർത്ത് വെക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇലാസ്റ്റിക് കൊളീഷനെ നമ്മൾ സ്പെഷ്യൽ കേസസ് ആയിട്ട് പഠിക്കേണ്ടതാണ്. രണ്ട് ഈക്വൽ മാസുകളാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ വെലോസിറ്റികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ V1 ഈക്വൽ ടു U2 എന്ന് കിട്ടും, നമുക്ക് V2 ഈക്വൽ ടു U1 എന്നും കിട്ടും. വെലോസിറ്റീസ് ഗെറ്റ് എക്സ്ചേഞ്ചഡ്. രണ്ട് ഈക്വൽ മാസുകളാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ വെലോസിറ്റികൾ പരസ്പരം കൈമാറുകയാണ് ചെയ്യുക.
ഇനി M1 വളരെ വലുതാണ് M2വിനേക്കാൾ. വലിയൊരു മാസാണ് M1, ചെറിയ ഒരു മാസാണ് M2. ഈ ചെറിയ മാസ് വലിയ മാസിനെ പോയിട്ട് ഇടിക്കുകയാണ്. M1 റെസ്റ്റിലാണ്, വലിയ മാസ് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു ബോളിൽ പോയിട്ട് ഒരു ബോൾ ഇടിച്ചു കഴിഞ്ഞാൽ ആ ബോൾ തിരിച്ചത് എന്ത് ചെയ്യും? റീബൗണ്ട് ചെയ്യും. അപ്പോൾ ഏത് വെലോസിറ്റിയിലാണോ പോയത് അതേ വെലോസിറ്റിയിൽ തന്നെ ബോൾ തിരിച്ചടിക്കും. അപ്പോൾ V2 = -u. ചുമരിന് എന്താ കൊളീഷന് ശേഷം അതിന് വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ V1 = 0. ഇനി അടുത്ത കേസാണ്, ഈ വലിയ ബോഡി മൂവ് ചെയ്യുകയും ചെറിയ ബോഡി റെസ്റ്റിലിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, വലിയ ബോഡി പോയിട്ട് ചെറിയ ബോഡിയിൽ ഇടിക്കുമ്പോൾ ചെറിയ ബോഡി അതിൻ്റെ ഇരട്ടി വെലോസിറ്റിയിൽ സഞ്ചരിക്കും. വലിയ ബോഡിയുടെ വെലോസിറ്റിയിൽ മാറ്റം ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ V1 = u1, V2 = 2u2. ഇനി ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈയുടെ വാല്യൂ 1 ആകുമ്പോൾ കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. നമ്മൾ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ അവിടെ 1 - e² എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. 1 - 1² എന്ന് പറഞ്ഞാൽ 0 എന്നാവും. അപ്പോൾ ലോസ് ഇൻ കൈനറ്റിക് എനർജി 0 ആവും. ലോസ് ഇൻ കൈനറ്റിക് എനർജി 0 ആയിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഈയുടെ വാല്യൂ 1 ആണ് ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇനി 0 < e <1 ആണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. 1ൻ്റെയും 0ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. മൊമെൻറ്റം മാത്രം കൺസർവ് ചെയ്തിട്ടാണ്. ഇനി ഈയുടെ വാല്യൂ 0 ആണെങ്കിൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അതിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നാണ് പറയുക. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും സിസ്റ്റം ബൗണ്ട് ടുഗദർ ആൻഡ് മൂവ് എന്നുണ്ടാവും. സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ് അല്ലെങ്കിൽ ബൗണ്ട് ടുഗദർ ആൻഡ് മൂവ് എന്നുണ്ടാവും ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ, 2 ഇക്വേഷൻ പഠിച്ചു വെക്കണം. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു വെക്കണം. പിന്നീട് ലോസ് ഇൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. പിന്നെ ഒരു 3 സ്പെഷ്യൽ കേസസും പറഞ്ഞു ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്തതാണ് 2 ഡയമെൻഷൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത് ഒരൊറ്റ ഡയറക്ഷനിൽ നടക്കുന്ന കൊളീഷനാണ്. ഇനി 2 ഡയമെൻഷൻ ഇലാസ്റ്റിക് കൊളീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ M1 എന്ന് പറഞ്ഞിട്ടൊരു മാസ് ഉണ്ട്. അത് ഇനീഷ്യലി u വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. M2 എന്ന് പറഞ്ഞിട്ട് മാസ് ഉണ്ട്, അത് റെസ്റ്റിലിരിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം കൊളൈഡ് ചെയ്തു. ഒരാൾ M1 എന്ന് പറഞ്ഞ ആൾ V1 വെലോസിറ്റിയിൽ 5 ആംഗിൾ, ഹൊറിസോണ്ടലുമായി 5 ആംഗിൾ ഉണ്ടാക്കിപ്പോയി. ഇനി M2 എന്ന് പറയുന്നത് 90 - 5, ഇവർ തമ്മിൽ അകലുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും അവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. M1 ഒരു വെലോസിറ്റിയിലും M2 റെസ്റ്റിലുമാണെങ്കിൽ കൊളൈഡ് ചെയ്തതിന് ശേഷം അവർ സഞ്ചരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമ്മൾ ഇക്വേഷനൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഒരു ഐഡിയ, മൊമെൻറ്റം കൺസർവേഷൻ എന്നുള്ള ഐഡിയ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇതിനെ കമ്പോണൻ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കമ്പോണൻ്റ് കിട്ടും? ഇതാണ് V1. ഈ V1 5 ആണെങ്കിൽ, ഈ ആംഗിൾ 5 ആണെങ്കിൽ ഇത് M1 V1 cos 5 കമ്പോണൻ്റ് ആണ്. ഇനി ഇത് M1 V1 sin 5 കമ്പോണൻ്റ് ആണ്. ഇനി ഇതുപോലെ ഈ V2വിനെ കമ്പോണൻ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് M2 V2 sin 5 കമ്പോണൻ്റ് ആണ് ഈ ഡയറക്ഷനിൽ. ഈ ഡയറക്ഷനിൽ M2 V2 cos 5 കമ്പോണൻ്റ് ആണ്. നമുക്കറിയാം ഇനീഷ്യലി എക്സിൽ മാത്രമേ വെലോസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലി മൊമെൻറ്റം കൺസർവ്ഡ് ആണെങ്കിൽ ഫൈനലി എക്സിൽ മാത്രമേ വെലോസിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇനീഷ്യലി വൈയിൽ വെലോസിറ്റി ഇല്ല, പക്ഷേ മൊമെൻറ്റത്തിന് ശേഷം നമുക്കിപ്പോൾ കിട്ടി ഇവിടേക്ക് ഒരു കമ്പോണൻറ്റും ഉണ്ട്, ഇവിടേക്ക് ഒരു കമ്പോണൻറ്റും ഉണ്ട്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ആ 2 കമ്പോണൻറ്റും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈയിലുള്ള വെലോസിറ്റി, വൈയിലുള്ള മൊമെൻറ്റം ക്യാൻസലായി പോകും. അപ്പോൾ ഇനീഷ്യലി വൈയിൽ മൊമെൻറ്റം ഇല്ല, ഫൈനലി ഇത് രണ്ടും ഈക്വൽ ആക്കിയാൽ വൈയിലുള്ള മൊമെൻറ്റം ക്യാൻസലായി പോകും. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. mu1 sin 5 = m2u2 cos 5. M1 V1 sin 5 = m2 V2 cos 5. ഇനി
എക്സിൽ ഇനീഷ്യലി എക്സിൽ ഒരു മൊമെൻറ്റം ഉണ്ട്. ഇപ്പോൾ എക്സിൽ കിട്ടുന്ന മൊമെൻറ്റത്തിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോഴല്ലേ നമ്മൾ മൊമെൻറ്റം കൺസർവ്ഡ് ആണ് എന്ന് പറയാം. അപ്പോൾ mu ഈക്വൽ ടു mv1 cos φ പ്ലസ് mv2 sin φ. അപ്പോൾ ഇതാണ് 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഒരാൾ എന്ന് പറയുന്ന മാസ് m1 എന്ന് പറയുന്ന മാസ് ഒരു വെലോസിറ്റിയിൽ വരുന്നു, എക്സ് ഡയറക്ഷനിൽ, m2 റെസ്റ്റിലാണ്. അങ്ങനെ ഇവർ കൊളൈഡ് ചെയ്തിട്ട് പോകുമ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനീഷ്യലി എക്സിൽ മൊമെൻറ്റം ഉണ്ട്. ഇപ്പോൾ എക്സിലുള്ള മൊമെൻറ്റങ്ങളുടെ സമ്മ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇനീഷ്യലി ഉള്ള മൊമെൻറ്റത്തിന് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ എക്സിലുള്ള മൊമെൻറ്റം കൺസർവ്ഡ് ആയി. ഇനീഷ്യലി വൈയിൽ മൊമെൻറ്റം ഇല്ല. ഇപ്പോൾ വൈയിൽ ഉള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനുകൾ ഉള്ള മൊമെൻറ്റത്തെ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ വൈയിലുള്ള മൊമെൻറ്റം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇനീഷ്യലിയും വൈയിൽ മൊമെൻറ്റം ഇല്ല, ഫൈനലിയും വൈയിൽ മൊമെൻറ്റം ഇല്ല. ഇത് അപ്ലൈ ചെയ്തിട്ടാണ് ഈ 2 ഡയമെൻഷനൽ ഇലാസ്റ്റിക് കൊളീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എ സ്ഫിയർ ഓഫ് മാസ് m ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി u hits another stationary sphere of same mass. If E is the coefficient of restitution, the ratio of velocity of two sphere after collision is. അതായത് ഒരു സ്ഫിയർ ഓഫ് മാസ് m ഉണ്ട്, അത് u വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു സ്ഫിയർ ഓഫ് മാസ് എമ്മുമായിട്ട്, റെസ്റ്റിലിരിക്കുന്ന എമ്മുമായിട്ട് കൊളൈഡ് ചെയ്യുകയാണ്. ഇന്നിലാസ്റ്റിക് കൊളീഷൻ ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നിലാസ്റ്റിക് കൊളീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് 2 സ്ഫിയർ ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ കാണാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ v1 ഈക്വൽ ടു m1 മൈനസ് ഇ m2 ഇൻറ്റു u1 പ്ലസ് 1 പ്ലസ് ഇ m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി v2 കാണാൻ 1-ലോടത്തൊക്കെ 2 കൊടുത്താൽ നമുക്ക് v2 കിട്ടും. m2 മൈനസ് ഇ m1 u2 പ്ലസ് 1 പ്ലസ് ഇ m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി u1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ ആണ്, അത് u ആണ്. u2 എന്ന് പറയുന്നത് സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ. സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ 0 ആണ്, അതുകൊണ്ട് ഈ ടേം പോയി. അപ്പോൾ ഇതിൽ ഈ ടേമും പോകും u2. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് രണ്ടും സെയിം മാസാണ്. m മൈനസ് ഇ എം ഇൻറ്റു u1 എന്ന് പറയുന്നത് u ആണ്, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ m പ്ലസ് m 2m. v2 ഈക്വൽ ടു 1 പ്ലസ് ഇ ഇൻറ്റു m1 u1. m1 u1 എന്ന് പറഞ്ഞാൽ m u ഡിവൈഡഡ് ബൈ 2m. ഇത് ക്യാൻസൽ ആകും. ഇതിൽ m കോമൺ എടുത്താൽ 1 മൈനസ് ഇ ഇൻറ്റു m എന്ന് വരും. m ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് 1 മൈനസ് ഇ ഇൻറ്റു u ബൈ 2. ഇവിടെ 1 പ്ലസ് ഇ ഇൻറ്റു u ബൈ 2. ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ എന്ന ആൻസർ കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 1 മൈനസ് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇന്നിലാസ്റ്റിക് കൊളീഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Two equal masses m1 and m2 moving along a straight lane with velocity plus 3 meter per second and minus 5 meter per second collide elastically. Their velocity after collision will be. ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷനിൽ 2 ഈക്വൽ മാസുകളാണ്. അപ്പോൾ ഈ 2 ഈക്വൽ മാസുകൾ നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പഠിച്ചു വെച്ചതാണ്. ഈക്വൽ മാസുകൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ their velocities get exchanged. അപ്പോൾ നമ്മൾ ഇക്വേഷനിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എ എന്ന് പറയുന്ന രണ്ടാൾക്കാരെ m1ൻ്റെ ഇത് +3, m2ൻ്റെത് -5. അപ്പോൾ m1ൻ്റെത് ഇപ്പോൾ -5ഉം m2ൻ്റെത് +3ഉം ആയിട്ടുണ്ടാവും. -5 ആൻഡ് +3. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
A body falling from a height of 10 meter rebounds from hard floor. If it loses 20% of its energy on impact, then E is. A body falling from a height of 10 meter. അപ്പോൾ ഒരു ബോഡിയും ഫ്ലോറും തമ്മിലാണ് ഇവിടെ കൊളീഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ഒരു വെലോസിറ്റിയിൽ വീഴുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇത് ഫ്ലോർ ആയതുകൊണ്ട് കൊളീഷന് ശേഷവും ഇതിൻ്റെ വെലോസിറ്റി 0 ആണ്. കൊളീഷന് ശേഷം ബാളിനൊരു വെലോസിറ്റി ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് u2. ഇതിനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. നമുക്കറിയാം v2 എന്ന് പറയുന്നത് 0 ആണ്. v1 എന്ന് പറയുന്നത് കൊളീഷന് ശേഷം ഒരു വെലോസിറ്റി ഉണ്ട്, അതിനെ നമ്മൾ v എന്ന് തന്നെ വിളിച്ചു, ഡിവൈഡഡ് ബൈ u1 എന്ന് പറയുന്നത് കൊളീഷന് മുമ്പ് ഉള്ള ബോഡിയുടെ വെലോസിറ്റി, അത് u ആണ്, മൈനസ് u2 എന്ന് പറയുന്നത് 0 ആണ്. മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് v ബൈ u എന്ന് കിട്ടും. ഈ v ബൈ u എന്ന് പറയുന്നത് ഒരു ബോളും ഫ്ലോറും തമ്മിലാണ് കൊളീഷൻ എങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ v ബൈ u ആണ്. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ഓഫ് ബാൾ ആഫ്റ്റർ കൊളീഷൻ, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബാൾ ബിഫോർ കൊളീഷൻ. അപ്പോൾ നമുക്കതിന് തന്നിട്ടുള്ളത് 10 മീറ്ററിൽ നിന്നാണ്, അത് ഹൈറ്റിൽ നിന്നാണ് അത് താഴേക്ക് വരുന്നത് എന്ന് തന്നിട്ടുണ്ട്. 1 ഡയമെൻഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് h ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ താഴേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റി √2gh ആണ്. √2gh ആയിരിക്കും താഴേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റി. അപ്പോൾ √2gh എന്ന് പറഞ്ഞാൽ √2 × 10 × h എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ നമുക്ക് √2 × 10 എന്ന് കിട്ടും. ഇനീഷ്യൽ വെലോസിറ്റി √2 × 10 ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി, കൊളൈഡ് ചെയ്തതിന് ശേഷം ബോളിൻ്റെ വെലോസിറ്റി. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങോട്ടെത്തുമ്പോൾ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ കൈനറ്റിക് എനർജിയുടെ 20% അത് തട്ടുന്ന ഇമ്പാക്റ്റിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് അത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള mgh കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കൈനറ്റിക് എനർജിയുടെ 20% നഷ്ടപ്പെട്ടു, ബാക്കി 80% മാത്രമേ ഉള്ളൂ. ഈ എനർജി ഉപയോഗിച്ചിട്ട് അത് പിന്നീട് മുകളിലേക്ക് പോകുന്നു. ആ v ആണ് ഈ v എന്ന് പറയുന്നത്. അപ്പോൾ എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു. g 10 h 10 × 80 ഡിവൈഡഡ് ബൈ 100 100 100 ഗെറ്റ് ക്യാൻസൽഡ്. ഹാഫ് ഇൻറ്റു v സ്ക്വയർ അപ്പോൾ നമുക്ക് കിട്ടും 160 എന്നാണ് കിട്ടുക. അപ്പോൾ v = 4√10 എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ e = v ബൈ u എന്നാണ് നമ്മുടെ ഇക്വേഷൻ. v എന്ന് പറയുന്നത് 4√10 ആണ്. u എന്ന് പറയുന്നത് √2 × 10 ആണ്. ഇവിടുന്ന് ഒരു 10ഉം അപ്പോൾ ഇവിടെ ഒരു √10ഉം കട്ട് ചെയ്യും. ഇനി ഇവിടുന്ന് ഈ √2 കട്ട് ചെയ്താൽ 2√2, അപ്പോൾ 2 × 2/√10 1/5 എന്ന് കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ 2/√5 എന്നാണ് നമുക്ക് കിട്ടുക. 2/√5ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. √4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2 ആണ്. √5 എന്ന് പറഞ്ഞാൽ 2നേക്കാൾ കുറച്ചുകൂടി വലിയ സംഖ്യ. 2/2 ആണെങ്കിൽ ആൻസർ 1 ആണ് കിട്ടുക. അപ്പോൾ 2/2നേക്കാൾ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കുറച്ച് ചെറിയ സംഖ്യ. അപ്പോൾ അതിൽ 1നേക്കാൾ കുറച്ച് ചെറിയത് 0.89 ആണ്. അപ്പോൾ അതാണ് ആൻസർ. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a mass m moves with velocity v and collides with another mass. After collision, the first mass moves with velocity v by √3 in a direction perpendicular to initial direction of motion. Find the speed of second mass after collision. അപ്പോൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോകുന്നു. ഇനീഷ്യലി എക്സിലേ ഉള്ളൂ, പിന്നെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാറി. ഇത് 2 ഡയമെൻഷനൽ ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിളാണ്.
അപ്പോൾ നമ്മൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി, മൊമെൻറ്റം കൺസർവ്ഡ് ആണോ അല്ലയോ എന്നുള്ള ഐഡിയ വെച്ച് മാത്രം നീങ്ങിയാൽ മതി. അപ്പോൾ ഇനീഷ്യലി എം എന്ന് പറഞ്ഞിട്ടൊരു മാസ് ഉണ്ട്, അത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്, എന്നിട്ട് അത് മറ്റൊരു മാസുമായിട്ട് കൂട്ടിയിടിക്കുകയാണ്. അങ്ങനെ കൂട്ടിയിടിച്ചതിന് ശേഷം ഫസ്റ്റ് മാസ് എന്ത് ചെയ്യുന്നു, ഈ വരുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ v/√3 വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മാസിൻ്റെ സ്പീഡ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യലി എക്സിൽ മാത്രമേ മോഷൻ ഉള്ളൂ, ഫൈനലി ഇവിടെ വൈയിൽ ഒരു മോഷൻ നമ്മൾ കണ്ടു. ഇനി സെക്കൻഡ് ബോഡി മൂവ് ചെയ്യുന്നത് ഏത് രൂപത്തിലായിരിക്കും, മൊമെൻറ്റം കൺസർവ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ ഇനീഷ്യലി എക്സിൽ എന്തുണ്ട്, മൊമെൻറ്റം ഉണ്ട്, ഇനീഷ്യലി വൈയിൽ എന്തില്ല, മൊമെൻറ്റം ഇല്ല. അപ്പോൾ ഈ രണ്ടാമത്തെ മാസ് മൂവ് ചെയ്യേണ്ടത് ഫൈനലി വൈയിലുള്ള മൊമെൻറ്റത്തെ ക്യാൻസൽ ചെയ്യുകയും വേണം, ഇനീഷ്യലി എക്സിലുള്ള മൊമെൻറ്റത്തെ നിലനിർത്തുകയും വേണം. ഈ രൂപത്തിൽ സെക്കൻഡ് മാസ് സഞ്ചരിച്ചാൽ മാത്രമേ മൊമെൻറ്റം കൺസർവ് ആവുകയുള്ളൂ. അപ്പോൾ വൈയിലുള്ള മൊമെൻറ്റത്തെ ക്യാൻസൽ ചെയ്യാൻ ഇങ്ങോട്ടൊരു കമ്പോണൻറ്റ് v/√3 പോകും. ഇനീഷ്യലി എക്സിലുള്ള മൊമെൻറ്റത്തെ നിലനിർത്താൻ എക്സിൽ v വെലോസിറ്റിയിൽ തുടർന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനിൽ രണ്ടാമത്തെ മാസ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും വരുന്നത്. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലായതുകൊണ്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ v/√3 ഹോൾ സ്ക്വയർ പ്ലസ് v². അപ്പോൾ നമുക്ക് കിട്ടുന്നത് v²/3 പ്ലസ് v². അപ്പോൾ നമുക്ക് 4v²/3 എന്ന് കിട്ടുക, റൂട്ട് എടുക്കുമ്പോൾ 2v/√3 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ 2v/√3 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 2 kg മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 3 m/s കൊളൈഡ് ഹെഡ് ഓൺ വിത്ത് എ ബോഡി ഓഫ് മാസ് 1 kg മൂവിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് എ വെലോസിറ്റി 4 m/s. 2 bodies stick together and move with a common velocity is equal to. രണ്ട് ബോഡികളുണ്ട്, ആ രണ്ട് ബോഡികളുടെ മാസ് എന്ന് പറയുന്നത് 2 kg ആൻഡ് 1 kg. ഈ 2 kg-ഉം 1 kg-ഉം മൂവിങ് വിത്ത് വെലോസിറ്റി 2 kg 3 m/s പോകുന്നത്, 1 kg 4 m/s പോകുന്നത്. ഇനി ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി കൊളൈഡ് ചെയ്തതിന് ശേഷം ഇവർ സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു കോമൺ വെലോസിറ്റിയുമായിട്ടാണ് ഇവർ രണ്ടാളും പോകുന്നത്. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെൻറ്റം മാത്രമാണ് കൺസർവ്ഡ്, അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഒന്നാമത്തെ ആളുടെ മൊമെൻറ്റം പ്ലസ് രണ്ടാമത്തെ ആളുടെ മൊമെൻറ്റം ഈക്വൽ ടു അവർ രണ്ടാളും സ്റ്റിക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ടോട്ടൽ മാസ് ഇൻറ്റു അവരുടെ കോമൺ വെലോസിറ്റി. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിലുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 × 3 ആണ് ഒന്നാമത്തതിൻ്റെ മൊമെൻറ്റം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ വെലോസിറ്റിക്ക് പ്ലസ് എന്ന് കൊടുത്താൽ അടുത്ത വെലോസിറ്റിക്ക് നെഗറ്റീവ് എന്ന് കൊടുക്കേണ്ടി വരും. 1 × 4 ഡിവൈഡഡ് ബൈ m1 plus m2 that is equal to v. m1 plus m2 എന്ന് പറഞ്ഞാൽ 2 + 1 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, ഈക്വൽ ടു 6 - 4 എന്ന് പറഞ്ഞാൽ 2/3. 2/3 ആണ് ഇവരുടെ കോമൺ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതിലിങ്ങനെ ഉണ്ടാകും ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുകയാണ്. ഒരു ബുള്ളറ്റ് വന്നു, ഇടിച്ചു, കൊളൈഡ് ചെയ്തു. അങ്ങനെ ഇവർ രണ്ടാളും ഒപ്പം സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ്, എത്ര ഹൈറ്റ് വരെ ഇവർ പൊന്തും എന്നാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിനെ നമ്മൾ ഒരു യു വെലോസിറ്റിയിൽ എറിയുന്ന ഒരു ബോഡി പോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 ഡയമെൻഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അതിനെത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് u²/2g ആണ്. അപ്പോൾ ഇവിടെ എത്ര ഹൈറ്റിൽ ഉയരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ u²/2g എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ആ യു എന്ന് പറയുന്നത് കോമൺ വെലോസിറ്റി ആയിട്ട് കൊടുക്കുക.
അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ എനർജി ലോസ് ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇഫ് ദ മാസസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് 40 കിലോഗ്രാം വിത്ത് വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ഹിറ്റ്സ് ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് 60 കിലോഗ്രാം വിത്ത് എ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതിൽ 40 കിലോഗ്രാം മാസ് ഉണ്ട്. അത് 4 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 60 കിലോഗ്രാം ഉണ്ട്. അത് 2 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ രണ്ടാളും കൊളൈഡ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനർജി ലോസ്, കൈനറ്റിക് എനർജി ലോസ് കാണാനാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഹാഫ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1 മൈനസ് v2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. ഈ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ട് അത് 0 ആണ്. അതുകൊണ്ട് ഇത് പോയി. ഇനി ഹാഫ് m1 m2 എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 40 ബൈ 60 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു v1 മൈനസ് v2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യും. 2ഉം 3ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 12 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 48 ജൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊളീഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലങ്ങളായിരിക്കും ഇവിടെ നമുക്ക് ഉണ്ടാകുക.